ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ, പാർട്ടി മെമ്പർമാർ സത്യം പറയുമെങ്കിൽ ഏതെങ്കിലും ഘടകം ഈ സ്ഥാനാർത്ഥി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു. കുടുംബാധിപത്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്കകത്തെ ജനാധിപത്യത്തിന് ഇല്ലാണ്ടാവും. ഭാവിയിൽ ഇവിടുത്തെ ഞങ്ങളുടെ സഹാക്കൾക്ക് പ്രത്യേകിച്ച് ഭാവിയിൽ ഈ കുടുംബാധിപത്യത്തിന്റെ കീഴിൽ, അതിന്റെ ഗർവിന്റെ കീഴിൽ, അതിന്റെ അഹങ്കാരത്തിന്റെ കീഴിൽ കഴിയേണ്ട ഒരവസ്ഥ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് എന്റെ പോരാട്ടം. തളിപ്പറമ്പ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം അപ്രതീക്ഷിത രാഷ്ട്രീയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ TK ഗോവിന്ദൻ CPM-നെ തകർക്കാനല്ല മറിച്ച് തിരുത്താനാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടി നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. പാർട്ടിയിൽ ഏകാധിപത്യമാണ് നടക്കുന്നത്. തന്റെ പിൻഗാമിയായി ഭാര്യ തന്നെ വരണമെന്ന് MV ഗോവിന്ദൻ ആഗ്രഹിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും അത് മാധ്യമങ്ങൾ കണ്ടെത്തണമെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. അത് അംഗീകരിക്കപ്പെടാത്ത ഒരു ഘട്ടം വന്നപ്പോ പാർട്ടിയിലുടനീളം ഏതെങ്കിലും ഒരു ഘടകം അല്ലെങ്കിൽ കുറച്ച് ആളുകളാണ് അംഗീകരിക്കാതെങ്കിൽ അത് പ്രശ്നമല്ല, അതിലുണ്ടാവും. പാർട്ടിയിലുടനീളം അംഗീകരിക്കാതെപ്പെട്ടോ പാർട്ടിയിൽ പറഞ്ഞിട്ട് ഈ ഇത് നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ വഴി? ഞാൻ പറഞ്ഞിട്ട് എന്റെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ച് സംസാരിച്ച നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അംഗീകരിപ്പിന്റെ പാർട്ടി എന്തെടുക്കുന്നു? ഉൾപാർട്ടി ജനാധിപത്യം തീർത്തും ഇല്ലാതൊരു പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ആരുടെയെങ്കിലും അടിമത്തത്തിന് കീഴിൽ കഴിയുന്ന മാനസികാവസ്ഥയോടുകൂടി ജീവിക്കണം. അതിന് ഞാൻ പാർട്ടിക്കുള്ളിലെ ഏകാധിപത്യ പ്രവണതകളെയും നേതൃത്വ അവകാശവാദങ്ങളെയും ചൂണ്ടിക്കാട്ടിയ TK ഗോവിന്ദന്റെ പരാമർശങ്ങൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ ചൂടേകിയിരിക്കുകയാണ്. തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് TK ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഈ പേര് ശുപാർശ ചെയ്തതെന്ന വാദം തെറ്റാണെന്നും മറിച്ച് സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുക എന്നത് MV ഗോവിന്ദന്റെ വ്യക്തിപരമായ താൽപ്പര്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനായി ആസൂത്രിതമായ നീക്കങ്ങൾ കുറച്ചു കാലമായി നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യമന്ത്രിയെ ജില്ലാ നേതൃത്വം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ചർച്ച ചെയ്ത മുഴുവൻ പേരുകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പലതവണ MLA ആയ MV ഗോവിന്ദൻ സ്വന്തം സഹധർമ്മിണിയെ പിൻഗാമിയാക്കിയത് പാർട്ടി അണികൾക്കിടയിൽ വലിയ ചോദ്യചിഹ്നമായി ഉയരും. ഈ സ്ഥാനാർത്ഥിത്വത്തിനു പിന്നിൽ പല ദുരൂഹതകളുമുണ്ട്. CPM-ൽ ഇത്തരം അപജയങ്ങൾ തുടർന്നാൽ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാകും. പാർട്ടിയെ തകർക്കാനല്ല മറിച്ച് തിരുത്താനാണ് താൻ ശ്രമിക്കുന്നത്. BJP കേരളത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസും CPM-ഉം യോജിക്കുന്ന തലത്തിലേക്ക് കേരള രാഷ്ട്രീയം മാറേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റിൽ കോൺഗ്രസ് പിന്തുണയോടെ വിജയിച്ച CPM MP-മാരുടെ നടപടി വർഗവഞ്ചനയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസും CPM ചേർന്നില്ലേ? ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ത്യ മുന്നണിയുണ്ട്. ഇന്ത്യ മുന്നണിയിൽ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ്. ആ മുന്നണിയിൽ CPM ഇരിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കോൺഗ്രസ് വിരോധം പറയുകയാണോ വേണ്ടത്? ഞാൻ ഉയർത്തിയ അടിസ്ഥാന പ്രശ്നത്തെയാണ് പരിശോധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങൾ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള പിണറായി വിജയൻ പങ്കെടുത്തിരുന്നെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഈ സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താൻ UDF-ന്റെ പിന്തുണ തേടിയെന്നത് വലിയ അപരാധമായാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ താൻ ഉയർത്തിയ നിലപാടുകളെയാണ് UDF പിന്തുണയ്ക്കുന്നത്. ധീരജിന്റെ മരണം ഇറന്നു വാങ്ങിയതാണെന്ന കോൺഗ്രസ് പ്രചാരണത്തോട് തനിക്കിപ്പോഴും യോജിപ്പില്ല. മുഖ്യമന്ത്രിയെ വിമർശിച്ച P സരിനെ LDF സ്ഥാനാർത്ഥിയാക്കിയ സാഹചര്യം നിലനിൽക്കെ ഇത്തരം പ്രചാരണങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊയ്യം ജനാർദ്ദനൻ പത്രിക നൽകിയത് വൈകാരികമായ തീരുമാനം മാത്രമാണ്. ആന്തൂർ സാജന്റെ മരണമടക്കമുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടവർ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുമ്പോൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നും പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത പേരാവൂർ പിടിച്ചെടുക്കാൻ പറഞ്ഞയച്ച KK ശൈലജയെ സഹായിക്കാതെ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ തമ്പടിച്ചിരിക്കുകയാണെന്നും TK ഗോവിന്ദൻ പരിഹസിച്ചു. തളിപ്പറമ്പ് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ PT മാത്യു, PK സുബൈർ, T ജനാർദ്ദനൻ, PK സരസ്വതി, OP ഇബ്രാഹിംകുട്ടി, AD സാബൂസ് എന്നിവരും പങ്കെടുത്തു.